ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളിന് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പം ലോങ് വീഡിയോ ചെയ്യുമ്പോൾ എന്ത് കണ്ടൻറ്റാണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് എനിക്ക് കിട്ടിയ ഒരു കണ്ടൻറ്റാണ് 5 മസ്റ്റ് ഹാവ് പ്രൊഡക്റ്റ് ദാറ്റ് ഐ റെക്കമെൻഡ് ടു യു. എന്ന് വെച്ചാൽ ഒരു 5 പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് എൻ്റെ സ്കിൻ കെയറിലും വെള്ളി ഇടയ്ക്കിട്ട് വീഴും. പല്ല് കമ്പിയിട്ടേ പിന്നെ എനിക്ക് വെള്ളി ഇടയ്ക്കിട്ട് വീഴും. സ്കിൻ കെയർ പ്രോഡക്റ്റ് 5 സ്കിൻ കെയർ പ്രോഡക്റ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ടും എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടിയതുമായിട്ടുള്ള പ്രൊഡക്ട്സ്. അപ്പോൾ അതിലെ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കോസ്ട്രെക്സിൻ്റെ സ്നെയിലാണ്. ഇത് ഞാൻ കുറേ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോസ് കണ്ടിട്ട് റെഫർ ചെയ്തിട്ട് വാങ്ങിച്ചതാണ്. ഇതെൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. ഞാൻ തേർഡ് ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഈ സെക്കൻഡ് ബോട്ടിൽ എന്നെ കഴിയാറായി, കണ്ടാലറിയാം. കുറച്ച് ബാക്കിയേ ഉള്ളൂ, കളയില്ല ഞാനിത്. ഊറ്റി മുഖത്ത് പറ്റുമെന്ന് പറയുന്ന പോലെയാണ്. ഇത് പുരട്ടിയ പിന്നെ എൻ്റെ ഫേസ് എന്ന് പറയുന്നത് വളരെയധികം സോഫ്റ്റ് ആയിട്ടുണ്ട്, ഗ്ലോ ആയിട്ടുണ്ട്. സ്കിന്ന് വൺ ഓഫ് ദ ബെസ്റ്റ് റീസൺ എന്ന് പറയുന്നത് സ്കിന്നെന്ന് പറയുന്നത് എന്താ പറയുക, മോയ്സ്ചറൈസറായിട്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ ഡ്രൈ സ്കിന്നാണ്. ഇവിടെ ഓയിലി ഉണ്ടാവും, ഇവിടെയൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടായിരുന്നു. ഒരു കോമ്പിനേഷൻ സ്കിന്നെന്ന് അറിയാം, എന്നാലും കൂടുതലും ഡ്രൈ ആണ്. ഈ നെറ്റിയൊക്കെ ഭയങ്കര ഡ്രൈ ആണ് കേട്ടോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ട് വളരെയധികം നല്ല റിസൾട്ടാണ് വന്നത്. ഇത് റേറ്റ് എന്ന് പറയുന്നത് 1000 സംതിങ് എങ്ങാണ്ട് വരും. പക്ഷെ നൈക്കയിൽ സെയിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് വളരെ കുറവിന് ഈ സാധനം കിട്ടുന്നതാണ്. അഡ്വാൻസ്ഡ് സ്നെയിൽ 96 മിസിൻ പവർ എസൻസ് എന്നാണ് ഇതിൻ്റെ പേര്. 100 ml ആണ് ഈ വരുന്നത് ബോട്ടിൽ. ഇതിൻ്റെ തന്നെ സ്നെയിൽസിൻ്റെ കുറേ എന്താ പറയുക, വേറെ കമ്പനീസ് ഇറക്കുന്നുണ്ട്. ഞാനപ്പോൾ യൂസ് ചെയ്തിട്ട് എനിക്കിതിന് നല്ല റിസൾട്ട് ആയ കാരണം കൊണ്ട് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അണ്ടർ ആം റോൾ ഓൺ. ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഡക്റ്റാണ്. വിഷ് കെയറിൻ്റെ അണ്ടർ ആം റോൾ ഓൺ ആണ്. എന്താ പറയുക, 5% AHA, 3% കോച്ചിക് ആസിഡ്, ഹൈഡ്രോളിക് ആസിഡ്, ലൈക്രോസിസ് ആൻഡ് CA. ഇതാണ്. ഇത് അണ്ടർ ആം ലൈറ്റനിങ്ങിന്, ഓർഡർ കൺട്രോൾ ചെയ്യാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യും. എൻ്റെ അണ്ടർ ആം എന്ന് പറയുന്നത് ഭയങ്കര ഡാർക്ക്നെസ് ആണ്. ഞാനിതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അണ്ടർ ആം റോൾ ഓൺ ബെസ്റ്റ് 3 എന്നും പറഞ്ഞിട്ട്. അതിൽ ഞാനിത് പറയുന്നുണ്ട്. ഇതെനിക്ക് എന്താ പറയുക, എൻ്റെ അണ്ടർ ആം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാർക്ക്നെസ്സും കൂടുതലാണ്, ബാഡ് സ്മെല്ല് വളരെയധികം ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. നന്നായിട്ട് വിയർക്കും. ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഞാൻ വിയർത്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിലൊരു ഫാൻ ഇട്ടിട്ടുണ്ട്, മുകളിലൊരു ഫാൻ ഉണ്ട്, എന്നിട്ട് ഞാൻ വിയർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിയർപ്പെന്ന് പറയുന്നത് എനിക്ക് വളരെ കൂടുതലാണ്. ആ വിയർപ്പിന് സ്മെല്ലുള്ള വിയർപ്പുമാണ്. അപ്പോൾ നമ്മളിപ്പോൾ സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് പോകുമ്പോഴൊക്കെ സ്മെല്ല് മറ്റുള്ളവരുടെ അടുത്ത് പോകാൻ നമുക്കൊരു മടി ഉണ്ടാവും, സ്മെല്ല് കാരണം. പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ രാവിലെ ഷോപ്പിലോട്ട് പോകുമ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നത് വരെ ഇതിൻ്റെ സ്മെല്ലുണ്ടാവും. എനിക്കിപ്പോൾ ബോഡിക്ക് ബാഡ് സ്മെല്ലില്ല. പിന്നെ ഇത് ലൈറ്റനിങ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പം ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. യൂസ് ചെയ്തിട്ടുള്ള അനുഭവത്തിൽ നിന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് കെമിക്കൽ പീലിങ്. ആക്ച്വലി എനിക്ക് കെമിക്കൽ പീലിങ്ങിന് ഇത് ദ ഓർഡിനറിയുടെ കെമിക്കൽ പീലിംഗ് ആണ്. ഞാൻ ഇതിൻ്റെയും ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. എനിക്ക് കെമിക്കൽ പീലിംഗ് എന്താണെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഞാനിത് എന്താ പറയുക, ഇതും നൈക്കയിൽ ഓഫർ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പോൾ ജസ്റ്റ് ട്രയൽ ചെയ്തു. വൺസ് ഇൻ എ വീക്കാണത് ഞാൻ ട്രയൽ ചെയ്തിരുന്നത്. അപ്പോൾ ഇത് ട്രയൽ ചെയ്യുമ്പോൾ നമുക്കൊരു ഇച്ചിങ് ഉണ്ടാവും. പക്ഷേ എനിക്ക് സ്കിന്നിന് വേറെ അലർജി ഒന്നുമില്ല. എല്ലാവരും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഇത് ചെയ്യാൻ പാടുള്ളൂ, കാരണം പീലിംഗ് ആണല്ലോ. അപ്പം ഞാനിത് ചെയ്ത് പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടല്ലോ അറിയാം, ഇവിടെ ഡാർക്ക്നെസ് കൂടുതലാണ്, ഇവിടെ ഡാർക്ക്നെസ് ഉണ്ട്, ഇവിടെ ഡാർക്ക്നെസ് ഉണ്ട്, പിന്നെ ഈ ഒരു ലിപ്പിൻ്റെ ഇവിടെ എനിക്ക് ഡാർക്ക്നെസ് ഉണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇവിടുത്തെ ഡാർക്ക്നെസ് എന്ന് വെച്ചാൽ ഇതിനേക്കാളും കൂടുതലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിത് യൂസ് ചെയ്ത് പിന്നെ ഞാൻ ഒരു ബോട്ടിൽ കഴിഞ്ഞത് എൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. ഒരു റിസൾട്ട് ഉണ്ട്. അപ്പം ഞാൻ ആദ്യം വൺസ് ഇൻ എ വീക്കാണ് യൂസ് ചെയ്തിരുന്നത്. ഒരു 3 വീക്സ് അങ്ങനെ യൂസ് ചെയ്തതിന് ശേഷം പിന്നത്തെ വീക്ക് ടോയ്സ് ആക്കി, വീക്കിലി 2 പ്രാവശ്യം ആക്കി. അപ്പം നമ്മൾ പുറത്തൊക്കെ പോയി ടാനൊക്കെ ആയി രാത്രി ഇതൊന്ന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫേസിനായൊരു ടാനിൻ്റെ ഒരു റിമൂവ് ആയിട്ട് പോയതുപോലെ നമുക്ക് തോന്നും. അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇത് യൂസ് ചെയ്യുന്ന രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ഫേസ് ക്ലെൻസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം വെള്ളമൊക്കെ നന്നായി ഒപ്പിയെടുത്ത് ഡ്രൈ ഫേസിൽ നമ്മളിത് അപ്ലൈ ചെയ്തൊരു 10 മിനിറ്റ്, മാക്സിമം ഒരു 10 മിനിറ്റ് വെക്കാൻ പാടുള്ളൂ. എന്നിട്ട് വാഷ് ചെയ്തിടുക. അതിൻ്റെ ഒരു നല്ലൊരു മോയ്സ്ചറൈസർ, കാരണം ഡ്രൈനെസ് ആക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. നല്ലൊരു മോയ്സ്ചറൈസർ ഇടാം.
അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിൽ AHA 30% പ്ലസ് BHA 2% പീലിംഗ് സൊല്യൂഷനാണിത്. അപ്പോൾ ഇതൊരു നല്ല പ്രോഡക്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടേ ഇത് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി നമ്മളിപ്പോൾ പറഞ്ഞതിന് കുഴപ്പമില്ല, പക്ഷേ ഇതിന് എന്തായാലും പാച്ച് ടെസ്റ്റ് ചെയ്യണം. പിന്നെ ഇത് ഇടുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു ഇച്ചിങ് ഉണ്ടാവും. എനിക്കുണ്ടായിരുന്നു കേട്ടോ ഒരു ഇച്ചിങ് പോലെ. അത് എപ്പോൾ ഇടുമ്പോഴും എനിക്കൊരു നേരിയതായിട്ടൊരു ഇച്ചിങ് ഉണ്ടാവും. എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞില്ല, അതുകൊണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ഇടുമ്പോഴും അത് ശ്രദ്ധിക്കാം. ഇതെൻ്റെ 3rd പ്രോഡക്റ്റ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് സിറം. ഇത് മിനിമലിസ്റ്റിൻ്റെ നിയാസിനമിഡ് സിറോണ്. ഇത് ഞാനിപ്പോൾ 3rd ബോട്ടിലാണ് കേട്ടോ. ഇത് നല്ല സിറോണ്. നൈറ്റിൽ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. സിറം എപ്പോഴും നമ്മൾ ഓൾമോസ്റ്റ് നൈറ്റ് തന്നെ യൂസ് ചെയ്യാൻ നോക്കാം. ടോണർ യൂസ് ചെയ്തിട്ട് ഞാൻ ഈ സിറം യൂസ് ചെയ്യുന്നത്. ഇത് നിയാസിനമിഡ് 5% ഫേസ് സിറോണ്. പിന്നെ ഇതിൽ ഹൈഡ്രോളിക് ആസിഡ് ഉണ്ട്. ഇത് 30 ml ഒരു പാക്കാണ്. ഇതിൻ്റെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല, റേറ്റ് എത്രയാണ്. ഞാനിതൊക്കെ ഓഫർ വരുമ്പോഴാണ് വാങ്ങുന്നത്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സിറം ഇതാണ്. ഇത് നല്ലൊരു സിറമാണ്. അപ്പോൾ സിറം ഞാൻ വേറെ നോട് ഉപയോഗിക്കുന്നുണ്ട്. എന്താ പറയുക, മറ്റേ കോസ്ട്രക്സിൻ്റെ ഒരു സിറം കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാനിപ്പോൾ ഒരു ബോട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഞാനപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിവ്യൂ പറയാം. അപ്പോൾ ഇത് നല്ല സിറമാണ്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റ് ദ ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ആസിഡ്. ഞാനിത് വാങ്ങിച്ചിട്ട് ഇത്ര ആക്കിയിട്ടുള്ളൂ. പക്ഷെ എനിക്കിത് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് ഇത് പറയാൻ കാരണം. ഇതിൽ ഗ്ലൈക്കോളിക് ആസിഡ് 7% ഉണ്ട്. ഇത് വീക്ക്ലി വൺസ് നമ്മൾ യൂസ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്കത് പറ്റുന്നുണ്ടെങ്കിൽ വീക്ക്ലി ടോയ്സ് ആക്കിയാൽ മതി. ഇപ്പം ഞാനിത് വീക്ക്ലി ടോയ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം മൺസാണ് യൂസ് ചെയ്യുന്നത്. ഇതിനും പാച്ച് ടെസ്റ്റ് എന്തായാലും ചെയ്യണം. കാരണം ഇതിൽ ഗ്ലൈക്കോളിക് ആസിഡ് 7% ആണ്. നോർമലി എല്ലാത്തിലും ഗ്ലൈക്കോളിക് ആസിഡ് 1-2% ആണ് ഉണ്ടാവാറ്. ഇതിൽ 7% ആണ്. ഇത് ടാനിങ്ങിന് വളരെ നല്ലതാണ്. നമ്മൾ ഫേസ് ടാനിങ്, കാല്, കൈ, പിന്നെ അണ്ടർ ആമിൽ, അതിനൊക്കെ യൂസ് ചെയ്യാൻ വളരെ നല്ലതാണെന്ന് ഞാനിത് പല ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും വീഡിയോ കണ്ടിട്ട് റെഫർ ചെയ്തിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഇത് ഞാൻ ഓഫറിന് വെച്ചതാണ്. ഇത് 1200 സംതിങ് എങ്ങാണ്ടായിരുന്നു. ഞാനിത് ഒരു 100-150 രൂപയുടെ ഡിഫറൻസ് എങ്ങാണ്ട് കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ ഇത്ര വലിയ ബോട്ടിലാണല്ലോ. അപ്പോൾ നമ്മൾക്കിപ്പോൾ ടാൻഡ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്. കൈ, ഞാനെൻ്റെ കൈ നല്ല ടാൻഡാണ്. ഞാൻ എല്ലാവരോടും പറഞ്ഞു ഭയങ്കര ടാൻഡാണ്. ഞാൻ എത്ര ചെയ്തിട്ട് എന്ത് കാര്യമില്ല. പക്ഷേ ഞാൻ ഇത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ടാൻ കുറഞ്ഞതുപോലെ തോന്നുന്നുണ്ട്. പക്ഷേ നമ്മളിത് നൈറ്റേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വൺസ് ഇത് നൈറ്റേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, പകൽ യൂസ് ചെയ്യാൻ പാടില്ല. നൈറ്റ് ഇത് യൂസ് ചെയ്തതിന് ശേഷം പകൽ നമ്മൾ എന്താ പറയുക, സൺസ്ക്രീം അപ്ലൈ ചെയ്യണം. എൻ്റെ ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്, അറിയില്ല റിസൾട്ട്. ഞാനിത് കംപ്ലീറ്റ്ലി ഈ ബോട്ടിൽ കഴിയുമ്പോൾ ഞാൻ എന്തായാലും റിസൾട്ട് കംപ്ലീറ്റ്ലി പറയാം. പക്ഷേ എനിക്കിത് ഉപയോഗിച്ചിട്ട് ഗുണമുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ അണ്ടർ ആമിൽ ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. അണ്ടർ ആമിൽ ഡാർക്ക്നെസ്സും കുറഞ്ഞിട്ടുണ്ട്. അതും നല്ലതാണ്. ഇത് ടോയ്സ് വീക്ക് ചെയ്താൽ മതി നിങ്ങൾ. ഫേസിൽ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഫേസിൽ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഫേസിൽ ചെയ്തതിൻ്റെ റിസൾട്ട് പറയുന്നുണ്ട്. ഫേസിലോട്ട് ഞാൻ ആക്ച്വലി കെമിക്കൽ പീലിങ്ങിന് ഇത് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇത് ചെയ്യാൻ നിന്നിട്ടില്ല. അത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്തിലായാലും ഫേസ് ആയാലും ബോഡി ആയാലും നമ്മളിത് നൈറ്റ് മാത്രം യൂസ് ചെയ്യുക, ഡേ ടൈമിൽ യൂസ് ചെയ്യാണ്ടിരിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 പ്രോഡക്റ്റ്സ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ്സ്. ഞാൻ വീണ്ടും റിപ്പീറ്റ്ലി വാങ്ങുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.